ഹബീബായ നബി തങ്ങളെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ ഇലാഹായ റബ്ബ് നമുക്ക് വിധി നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. ഇന്ന് അഴിഞ്ഞലത്തുള്ള പ്രായമുള്ള ഒരു ഉമ്മ വിളിച്ചിരുന്നു. ആ ഉമ്മ വലിയ സന്തോഷത്തോടുകൂടെ പറഞ്ഞ ഒരു കാര്യം, ഇന്നലെ രാത്രി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ട കാര്യമാണ്. മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടു. ഹബീബായ നബിയോട് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കാര്യവും ചൊല്ലാൻ പറഞ്ഞ ദിക്റുകളൊക്കെ ചൊല്ലുന്ന കാര്യവുമൊക്കെ പറഞ്ഞപ്പോൾ മുത്തുറസൂൽ അൽഹംദുലില്ലാ, സന്തോഷം, ഇത് തുടരണമെന്ന് പറഞ്ഞു. അതോടൊപ്പം മുത്തുനബി പറഞ്ഞ ഒരു കാര്യം, എന്നോട് റസൂലുള്ള നിർദ്ദേശിച്ചൊരു കാര്യം, മുത്ത് റസൂലിൻ്റെ മൗലീദ് നല്ലോണം പാരായണം ചെയ്യണമെന്നാണ്. ആ കാര്യവും സഹോദരി സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, നിയ്യത്ത് നന്നാക്കി ഈ നന്മകളിലൊക്കെ നമ്മൾ സജീവമായാൽ അൽഹംദുലില്ലാ, ആ സന്തോഷം നമുക്ക് ലഭിക്കും. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും മുത്ത് റസൂലിനെ സ്വപ്നത്തിൽ കാണാനും അങ്ങനെ കണ്ട് രക്ഷപ്പെടാനും വിധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അള്ളാഹു ഏറ്റവും വലിയ ആദരവ് കൽപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലേ? മനുഷ്യരിൽ അള്ളാഹു ഏറ്റവും വലിയ ആദരവ് നൽകിയവർ അമ്പിയാക്കളാണ്. എന്നാൽ 1,24,000 അമ്പിയാക്കൾ ഈ ഭൂമിയിലേക്ക് വന്നെങ്കിൽ മറ്റുള്ള നബിമാർക്കിടയിൽ മുത്ത് റസൂലിന്റെ സ്ഥാനം ആകാശത്തുള്ള മറ്റുള്ള നക്ഷത്രങ്ങൾക്കിടയിൽ സൂര്യന്റെ സ്ഥാനം എത്രയാണോ അതുപോലെയാണ് എന്ന സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം. അതാണ് ഹബീബായ നബിക്ക് അല്ലാഹു നൽകിയ ഫളൽ. ഫഇന്നഹു ശംസു ഫളിൻഹും കവാകിബുഹാ യുൽഹിർന അൻവാറഹാ ലിന്നാസി ഫിൽ ഉലമി ചൊല്ലി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഹബീബായ നബി തങ്ങളുടെ സ്ഥാനം പറയുകയാണ്. ഫഇന്നഹു ശംസു ഫളിൻഹും കവാകിബുഹാ. ഹബീബായ നബി തങ്ങൾ പ്രിയപ്പെട്ട സഹോദര സഹോദരി സൂര്യനെ പോലെയാണ്. മറ്റുള്ള നബിമാർക്കിടയിൽ ഹബീബായ നബിയുടെ സ്ഥാനം മറ്റുള്ള നക്ഷത്രങ്ങൾക്കിടയിൽ സൂര്യന്റെ സ്ഥാനം പോലെയാണ്. ആ നബിയുടെ അനുയായികളിൽ പെടാനുള്ള ഭാഗ്യം കിട്ടി എന്നത് തന്നെ അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്താണ്. ആ നിഅമത്തിനൊക്കെ നന്ദി ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദര സഹോദരി, എന്താണ് ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. ഹബീബായ നബി തങ്ങളെ നമ്മൾ അടുത്തറിയണം. ലോകത്ത് കടന്നുപോയ ഓരോ നബിമാരും അവരല്ലാഹു വലിയ ആദരവ് നൽകിയവരാണ്. അവർക്കൊക്കെ അല്ലാഹു വലിയ പല മോചിതത്തുകളും നൽകിയതാണ്. എങ്കിൽ ആ നബിമാർക്ക് അല്ലാഹു നൽകിയ ആദരവും അവർക്ക് നൽകിയ മോചിതത്വം ഹബീബായ നബി തങ്ങൾക്ക് നൽകിയതുമായി താരതമ്യം ചെയ്താൽ അവരെക്കാൾ എത്രയോ മുന്നിലല്ലേ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് നബിമാരെ നമുക്കറിയാം. ആ നബിമാർക്കൊക്കെ അള്ളാഹു നൽകിയ മോചിതത്വം, ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ അള്ളാഹുവിൻ്റെ കഴിവുകൾ അള്ളാഹു ആ പ്രവാചകരിലൂടെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന അമാനുഷിക കഴിവുകൾ, അത് ഓരോ നബിക്ക് അല്ലാഹു നൽകിയതും ആ നൽകിയതുമായി മുത്തുനബിക്ക് നൽകിയതിനെ താരതമ്യം ചെയ്താൽ എല്ലാവർക്കും അല്ലാഹു നൽകിയതിനേക്കാൾ എത്രയോ മുന്നിലാണ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അമ്മാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫഇന്നല്ലാഹ അക്റമഹു, നൂഹ് നബിക്ക് അല്ലാഹു നൽകിയ ആദരവെന്താ? ബി അന്നംസക സഫീനതൻ അലൽ മാ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയ മോചിതത്താണ് കപ്പലിനെ വെള്ളത്തിന്റെ മുകളിൽ നിർത്തി എന്നത്. സാധാരണഗതിയിൽ കപ്പലിനെ വെള്ളത്തിന്റെ മുകളിൽ നിർത്തുക എന്നത് അത് വലിയ അത്ഭുതമൊന്നുമല്ല. പക്ഷെ നൂഹ് നബിയുടെ കപ്പൽ അത് കുറെ പലകകൾ ആണികളും അടിച്ചുകൂട്ടി ഉണ്ടാക്കിയ കപ്പല. ആ കപ്പലിനെ വെള്ളത്തിന്റെ മുകളിൽ നിർത്തി എന്നത് അത് വലിയ അത്ഭുതമാണ്. എന്നാൽ ഹബീബായ നബി തങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു നൽകിയത്, സഹോദരാ സഹോദരി ശ്രദ്ധിക്കണം, വലിയ പാറക്കല്ലിനെ പോലും വെള്ളത്തിന്റെ മുകളിൽ നിർത്താനുള്ള കഴിവ് അല്ലാഹു നൽകിയിരുന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, അള്ളാന്റെ ഹബീബിന് വലിയ കപ്പലിന് പാറക്കല്ലിനെ പോലും വെള്ളത്തിന്റെ മുകളിൽ നിർത്താനുള്ള കഴിവ് അല്ലാഹു നൽകിയിരുന്നു. അങ്ങനെയാണ് മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ദിവസം ഇക്രിമ റളിയല്ലാഹു അൻഹും ഹബീബായ നബി തങ്ങളും വലിയ ഒരു തടാകത്തിന്റെ സമീപത്ത് നിൽക്കുകയായിരുന്നു. ആരാണ് ഇക്രിമ എന്നറിയണ്ടേ? അബൂജഹലിന്റെ മകനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. അന്ന് ഇക്രിമ തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. നബി തങ്ങളോട് ഇക്രിമ ചോദിക്കുന്നുണ്ട്, അല്ല മുഹമ്മദേ, നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദൂതൻ തന്നെയല്ലയോ? ഇക്രിമ, സംശയിക്കേണ്ട, ഞാൻ അള്ളാഹുവിന്റെ യഥാർത്ഥ ദൂതൻ തന്നെയാണ്. അപ്പോൾ ഇക്രിമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, എങ്കിൽ നിങ്ങൾ യഥാർത്ഥ ദൂതനാണെങ്കിൽ ഒരു അത്ഭുതം കാണിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ കാണിക്കില്ലേ? എന്താണ് ഇക്രിമ നിങ്ങൾക്ക് കാണേണ്ടത്? ഇക്രിമ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയോട് പറയുന്നുണ്ട്, ലഇൻ കുൻത സാദിഖാ ഫദ്ഉൽ ഹജറല്ലദീ ഫിൽ ജാനിബിൽ ആഖർ ഫൽയസ്ബിഹ് ഫലാ യഗ്റുക്. നിങ്ങൾ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ ഈ തടാകത്തിന്റെ അപ്പുറത്തതാ വലിയ ഒരു പാറക്കല്ല് കാണുന്നു, അതിനെ നിങ്ങളൊന്ന് ഇങ്ങോട്ട് വിളിക്കൂ, അതിങ്ങോട്ട് വരട്ടെ. അതാ വെള്ളത്തിൽ മുങ്ങാതെ ഈ വെള്ളത്തിൻ്റെ തടാകത്തിൻ്റെ മുകളിലൂടെ നീന്തി നിങ്ങളുടെ അടുത്തേക്ക് വരണം. അങ്ങനെ വന്നാൽ ഞാൻ തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദൂതൻ തന്നെയാണെന്ന് വിശ്വസിക്കും. മുത്ത് റസൂൽ ചോദിച്ചു, ഇക്രിമ, നീ പറഞ്ഞ വാക്കിൽ നിന്ന് പിന്മാറുമോ? ഇല്ല നബിയെ, പിന്മാറില്ല. ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ച് ഫഅശാറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൈഹി, അള്ളാന്റെ റസൂൽ അതിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നിട്ട് ആ പാറക്കല്ലിനെ വിളിക്കുകയാണ്. ഹബീബായ നബി തങ്ങളുടെ വിളിയങ്ങ് കേൾക്കേണ്ട താമസം. ഫൻഖല അൽ ഹജറു ഇലൈഹി മിൻ മകാനിഹി, ആ സ്ഥലത്ത് നിന്ന് പാറക്കല്ല് ഒന്നങ്ങോട്ട് ഇളകി, എന്നിട്ടത് നീങ്ങി വന്നു. ആ വെള്ളത്തിന്റെ മുകളിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിൽ വന്നു. മുത്തുനബിയോട് സലാം പറഞ്ഞു. വൽവഹ്ശു വല്ലസ്താറു കസ്സജദത് ലഹു വഅലൈഹി കസ്സല്ലംന ബഅദ തശഹുദി. ഹബീബിനോട് സലാം പറഞ്ഞ് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു. ഇക്രിമ റളിയല്ലാഹു അൻഹു ഇത് കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. അള്ളാന്റെ റസൂല് ചോദിച്ചു, പോരെ ഇക്രിമ? റസൂലുള്ള വിളിച്ചപ്പോൾ കല്ലുകൾ വന്നിട്ടുണ്ട്, റസൂലുള്ള വിളിച്ചപ്പോൾ വൃക്ഷങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ സഹാബികൾ അവരുടെ കണ്ണുകൊണ്ട് കണ്ട യാഥാർത്ഥ്യങ്ങളാണ്. ഹബീബായ നബി തങ്ങൾ വിളിച്ചപ്പോൾ ആ പാറക്കല്ലി തടാകത്തിന്റെ മുകളിലൂടെ നീന്തി വരികയാണ്. ഇക്രിമ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നൂഹ് നബിയെ വെള്ളത്തിന്റെ മുകളിൽ കപ്പലിനെ നിർത്തലാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ മോചിതത്തെങ്കിൽ, വെള്ളത്തിന്റെ മുകളിൽ വലിയ പാറക്കല്ലിനെ നിർത്താൻ അല്ലാഹു കഴിവ് നൽകിയ നേതാവാണ്.
മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഈ നബിയെ നമ്മൾ അടുത്തറിയണം. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയ മോചിതത്വം, അതിന് സമാനമായി മുത്തുനബിക്ക് കൊടുത്ത മോചിതത്വം അതൊന്ന് താരതമ്യം ചെയ്ത് നബിക്ക് അള്ളാഹു കൊടുത്തതിൻ്റെ ആ വലുപ്പം, ആ മഹത്വം ഉൾക്കൊള്ളാൻ, അത് പഠിക്കാൻ ഈ മജ്ലിസ് കാരണമാകും. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി നാളെ നമ്മൾ വിശദീകരിക്കും. അള്ളാഹു ഇതൊക്കെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന മജാലിസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇതുകൊണ്ടൊക്കെ എല്ലാ രക്ഷയും, എല്ലാ സലാമത്തും, എല്ലാ സന്തോഷവും അള്ളാഹു നമുക്കും കുടുംബത്തിനും നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമാകുന്ന ദുന്യവിയും മുഹ്റവിയുമായ വിജയം നമുക്ക് ലഭ്യമാവാൻ കാരണമാകുന്ന, രാവിൻ്റെയും പകലിൻ്റെയും പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് പറഞ്ഞു തന്ന, പഠിപ്പിച്ച ആ മഹത്തായ അദ്കാറുകൾ നമുക്ക് ചൊല്ലാം. ഉസ്താദുമാർ ചൊല്ലിത്തരുമ്പോൾ വളരെ ആദരവോടെ ബഹുമാനത്തോടുകൂടെ മുഅ്മിനീങ്ങൾ അത് ഏറ്റു ചൊല്ലാൻ ശ്രദ്ധിക്കണം. അക്ഷരശുദ്ധിയോടുകൂടെ ചൊല്ലണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണമായും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. أمسينا وأمسى الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها رب أعوذ بك من الكسل وسوء الكبر رب أعوذ بك من عذاب في النار وعذاب في القبر اللهم إني أمسيت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك اللهم ما أمسى بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر
اللهم بك أمسينا بك أمسينا وبك أصبحنا وبك أصبحنا وبك نحيا وبك نحيا وبك نموت وبك نموت وإليك المصير وإليك المصير. اللهم إني أعوذ بك إني أعوذ بك من الهم والحزن من الهم والحزن وأعوذ بك من العجز والكسل من العجز والكسل وأعوذ بك من الجبن والبخل من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال من غلبة الدين وقهر الرجال. اللهم إني أعوذ بك من الهم والحزن من الهم والحزن وأعوذ بك من العجز والكسل من العجز والكسل وأعوذ بك من الجبن والبخل من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال من غلبة الدين وقهر الرجال. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم عالم الغيب والشهادة فاطر السماوات والأرض رب كل شيء ومليكه أشهد أن لا إله إلا أنت أعوذ بك من شر نفسي ومن شر الشيطان وشركه وأن أقترف على نفسي سوءا أو أجره إلى مسلم اللهم إني أسألك العفو والعافية في الدنيا والآخرة اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي اللهم استر عوراتي وآمن روعاتي
اللهم احفظني اللهم احفظني من بين يدي من بين يدي ومن خلفي ومن خلفي وعن يميني وعن يميني وعن شمالي وعن شمالي ومن فوقي ومن فوقي وأعوذ بعظمتك وأعوذ بعظمتك أن نغتال من تحتي أن نعطال من تحتي سبحان الله وبحمده سبحان الله وبحمده عدد خلقه عدد خلقه ورضا نفسه ورضا نفسه وزنة عرشه ومداد كلماته وزنة عرشه وبداد كلماته سبحان الله وبحمده سبحان الله وبحمده عدد خلقه ورضا نفسه عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته وزنة عرشه ومداد كلماته سبحان الله وبحمده سبحان الله وبحمده عدد خلقه ورضا نفسه عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته وزنة عرشه ومداد كلماته أعوذ بكلمات الله التامات من كل شيطان وهامة أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة ومن كل عين لامة أعوذ بكلمات الله التامات من كل شيطان وهامة أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة ومن كل عين لامة أعوذ بكلمات الله التامات من كل شيطان وهامة أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة ومن كل عين لامة سبحان ربي العظيم وبحمده 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 اللهم اللهم إني أسألك مما عندك إني أسألك مما عندك وأفض علي من فضلك وأفض علي من فضلك وانشر علي من رحمتك وانشر علي من رحمتك وأنزل علي من بركاتك وأنزل علي من بركاتك اللهم إني أسألك مما عندك اللهم إني أسألك مما عندك وأفض علي من فضلك وأفض علي من فضلك وانشر علي من رحمتك وانشر علي من رحمتك وأنزل علي من بركاتك وأنزل علي من
بركاتك اللهم إني أسألك مما عندك اللهم إني أسألك مما عندك وأفض علي من فضلك وأفض علي من فضلك وانشر علي من رحمتك وانشر علي من رحمتك وأنزل علي من بركاتك وأنزل علي من بركاتك അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളീ ചൊല്ലിയ മഹത്തായ അദ്കാറുകൾ കബൂലാക്കട്ടെ. ഈ അദ്കാറിൻ്റെ ബറക്കത്ത് കൊണ്ട് അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും അല്ലാഹു പരിഹരിച്ചു തരട്ടെ.